ഡിമോണ ആണവ നിലയം തീയിട്ട് ഇറാൻ പട. ട്രംപിന്റെ അന്ത്യശാസനം ഇറാൻ തള്ളി. അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ്. ട്രംപിന്റെ അന്ത്യശാസനം ഇറാൻ തള്ളുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ അപ്പോൾ ഇനി യുദ്ധത്തിന്റെ സാധ്യതകൾ എന്താണ്? എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? തങ്ങളുടെ ഊർജ സ്രോതസ്സുകൾ ആക്രമിക്കപ്പെട്ടാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ എണ്ണ കമ്പനികളും ഊർജ നിലയങ്ങളും നാമാവശേഷമാക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഹോർമൂസ് കടലിടുക്ക് ഉടനടി തുറന്നു നൽകണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ഇറാൻ തള്ളിയതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്ന് പറയാം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി ട്രംപ് നൽകിയ 48 മണിക്കൂർ സമയപരിധി അവസാനിച്ചതോടെ മേഖലയിൽ വൻ സൈനിക നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനം തുടർന്നാൽ രാജ്യം നേരിടാൻ പോകുന്നത് സമ്പൂർണ്ണ നാശമായിരിക്കുമെന്ന് ട്രംപ് ഇസ്രായേലി മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു.